ക്രിയ തന്നത് വേറൊന്നിനല്ല, കുറച്ച് നാൾക്ക് കഴിയുമ്പോഴേക്കും വലിയ വലിയ സംഭവങ്ങളോട് നടക്കാൻ പോകാം ഭൂമിയിൽ. അപ്പൊ അതിന് മുമ്പ് അപ്പൊ ആ സമയം ഒന്ന് കുറേ പേര് മുകളിൽ ഇറങ്ങി വരും. അപ്പൊ ഇതുങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾ തിരിച്ചറിയണം, മനസ്സിലായി? അപ്പൊ അവര് ഓരോന്ന് കൽപ്പിക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ പോയി പണിയാൻ പോകുന്നതായിരിക്കും. നീ ആരാണ് എന്നോട് പറയുന്നത്? അത് പാടില്ല. അപ്പൊ നിങ്ങള് അങ്ങനെയുള്ളവരെ കണ്ട് അറിഞ്ഞാൽ മാത്രമേ നമ്മൾ അതിനെ ആ കൽപ്പന സ്വീകരിക്കുള്ളൂ, അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളും അവരെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. കുറെ കാര്യങ്ങൾ നമ്മളാൽ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട് പ്രപഞ്ചത്തിന് വേണ്ടി. എന്നിട്ട് നമുക്ക് വേണ്ടി മാത്രമല്ല ക്രിയായോഗ. ക്രിയായോഗ ആക്ച്വലി നിങ്ങളൊരു സ്റ്റേജ് എത്തണം വരെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ സോൾ പ്യൂരിഫൈ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി. ഒരു സ്റ്റേജ് കഴിഞ്ഞ് കൊണ്ടുവരും ആസ്ട്രലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രപഞ്ചത്തിന് കൊടുക്കണം. പ്രപഞ്ചത്തിനെ ഹെൽപ്പ് ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. അതുകൊണ്ടാണ് ഈ ഭാരതം ഇങ്ങനെ നിലനിൽക്കുന്നത്. സനാതനധർമ്മം നിലനിൽക്കുന്നതിന്റെ കാരണം ഹിമാലയത്തിൽ ഇങ്ങനെ, ഹിമാലയത്തിലെ മാത്രമല്ല നമ്മുടെ ഇവിടെ വെസ്റ്റേൺ ഗഡ്സ് മുഴുവൻ സന്യാസിമാരിൽ ധ്യാനിച്ച് അവര് ഒരു സ്റ്റേജ് ആയിട്ട് പിടിക്കാൻ. ഇപ്പോൾ അവരാണ് ഇവിടെ കുറഞ്ഞു. അപ്പൊ നമ്മൾ വേണം, ഗൃഹസ്ഥരാണ്. ഇപ്പൊ സന്യാസിമാരൊന്നും ഇപ്പൊ വലിയവർക്ക് ടൈമില്ല, അവർ ഭക്ഷണം കഴിക്കാനുള്ള സമയമുള്ളൂ, പിന്നെയും മണിയാണ്. ഇപ്പൊ ഗൃഹസ്ഥരാണ് കയറി വരുന്നത്. ഗൃഹസ്ഥന് അപ്ലിഫ്റ്റ് ആവാം. അങ്ങനെ അപ്ലിഫ്റ്റ് ആയാലാണ് പ്രപഞ്ചത്തിന് നിലനിർത്താൻ പറ്റുള്ളൂ. ആ വരുന്ന തീക്ഷ്ണത നമുക്ക് കുറയ്ക്കാൻ പറ്റും. പ്രകൃതിക്ക് വരുന്ന ഭാവമാറ്റത്തിന് തീക്ഷ്ണത നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ക്രിയയെ പോകുന്നത്. ചുമ്മാ നമ്മൾ നന്നാവാൻ വേണ്ടി മാത്രമല്ല.